Good morning, Anina. Anina, good morning. അനീനയും ഇല്ലേ അവിടെ? ഓണാക്കി വെച്ചിട്ട് അനീനെ പോയാ? അനീന ഒന്ന് സൗണ്ട് ഓണാക്കോ? വല്ലപ്പോഴൊക്കെ നിങ്ങളുടെ സൗണ്ട് കേൾക്കാനൊക്കെ ഗുഡ് മോർണിംഗ് മാം. യെസ്, ഗുഡ് മോർണിംഗ്. ആരുമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അനീനയുടെ സൗണ്ട് ഒന്ന് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു ചാൻസ് കിട്ടുള്ളൂ. ഐ തിങ്ക് കുട്ടികൾക്കൊക്കെ ബോറടിച്ചു തുടങ്ങിയോ ക്ലാസ്? എന്താ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നോ? ആൾക്കാര് കുറവായിരുന്നു. കുറവാണല്ലേ? എനിക്ക് തോന്നുന്നത് ചിലപ്പോ നാളെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരുക്കത്തിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോ എന്താ പറയാ, ആഘോഷങ്ങൾക്ക് ഒരു കാരണം ഉണ്ടല്ലോ എല്ലായ്പ്പോഴും. എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡേ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വരുമ്പോ അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഇന്ന് മനുഷ്യന്മാരുടെ ഒരു രീതിയായി കഴിഞ്ഞു. വെദർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കോട്ടെ, പണ്ടൊക്കെ ചെറിയ ചെറിയ ഇതുപോലെയുള്ള സ്കൂളുകളിൽ മാത്രമൊക്കെയാണ് നമ്മൾ ഇത്തരം ആഘോഷങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ നമുക്കതൊരു ഭയങ്കര ഒരു ഡേ ആയിട്ട് നമ്മളിപ്പോ പുറത്തു പോകുക അല്ലെ, ഒരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഒന്ന് പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്യുക, ഇത് എല്ലാവരും ആഗ്രഹിക്കും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും ചിലപ്പോ അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം പിള്ളേരൊക്കെ വൈകി ക്ലാസ്സിൽ ഇല്ലാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുണ്ടായി പിള്ളേരൊക്കെ കുറവായിരുന്നു എന്നുള്ള കാര്യം. കൃഷ്ണപ്രിയ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നിങ്ങളെ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനും അനീനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു കൊച്ചു വർത്താനം പറയാന്ന് വിചാരിച്ചു. കാരണം നിങ്ങളെ ഇവിടെ വന്നിരുന്ന 1 മണിക്കൂറോളം നമ്മളിങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല എന്ന് തന്നെയല്ല, കിട്ടാഞ്ഞിട്ടല്ല, നമ്മളത് ഉപയോഗിച്ചാൽ നമ്മളുടെ സമയം വേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്ന് ഓപ്പൺ ആക്കിയപ്പോ 30 അവിടെ ഞാൻ നോക്കിയിരുന്നു. പക്ഷെ ഓപ്പൺ ആക്കിയപ്പോ അനീന മാത്രം ഉണ്ട്. അറിയാവുന്നു. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഒരു അനന്തകൃഷ്ണൻ കൂടി വന്നിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ പേരാണ് ഇവിടെ വന്നേക്കണേ. ആരാണത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് ഒരു ഗുഡ് മോർണിംഗ് പറയാമോ? ബിജി മോൾ, അനന്തകൃഷ്ണൻ പേരിലാണ്. ഗുഡ് മോർണിംഗ് ബിജി. ഗ്രീഷ്മ, ഹലോ ഗ്രീഷ്മ, ഗുഡ് മോർണിംഗ്. ഓ, മിണ്ടാൻ പറ്റാത്തവരാണ്, സംസാരിക്കാൻ പറ്റൂല നമ്മളോട്. ഒരു ഗുഡ് മോർണിംഗ് പറയണോ ഗ്രീഷ്മ? അനന്തകൃഷ്ണൻ മിണ്ടൂല. ശരി, വഴക്കായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെ കുറച്ച് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാ, ഇങ്ങനെ ചെവിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാ. കേൾക്കാൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതല്ല, അത് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. കുറെ കുട്ടികളുടെയും നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് വർഷ. ഒത്തിരി പിള്ളേര് കുറവാണെന്ന് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുണ്ടായി. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിലൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഈ എന്താ പറയാ, ലൈവ് ക്ലാസ് സ്കിപ്പ് ചെയ്യുന്നവര് അല്ലെങ്കിൽ കയറാൻ പറ്റാത്തവര്, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മിസ്സാകുന്നവര് തീർച്ചയായിട്ടും റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ട് അവർ കാണാൻ തോന്നാവോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ആ റെക്കോർഡഡ് ക്ലാസ് കാണുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം റെക്കോർഡഡ് ക്ലാസ്സിൽ നമ്മൾക്ക് ഇപ്പൊ ചിലപ്പോ ഇന്നിപ്പോ ക്ലാസ്സിൽ കയറിയില്ല, അതിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാതെ നിങ്ങൾ അടുത്ത നാളത്തെ ക്ലാസ്സിൽ നാളെ കയറുന്നു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചർ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ അവിടെ നിന്നായിരിക്കും അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കുക. ചില കുട്ടികൾ ചില എന്താ പറയാ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരു പരാതി പോലെയോ എന്തൊക്കെ പറയാൻ പറ്റില്ല, എന്തൊക്കെയാണ് അവർക്ക് ക്ലിയർ ആകുന്നില്ല എന്ന് അവർ പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്നലെ പഠിപ്പിച്ചതല്ല ടീച്ചർ, അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. ഇന്നലെ പഠിപ്പിച്ചത് തന്നെ ഇന്നും പഠിപ്പിച്ച നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ തീരും? ചില ക്ലാസ്സുകളിലാണ്, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, HRM ഉണ്ട്, മോണ്ടിസോറി ഉണ്ട്. അപ്പൊ ഇതില് ചില ആളുകളെ ചിലവര് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കാണില്ല.
അപ്പൊ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായാൽ അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്ന ടോപ്പിക് എടുത്തത്, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ നമുക്ക് അതിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻസ് വരും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ക്ലാസ് എടുക്കുന്നവരെയോ അല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായി? അപ്പോഴേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടുന്ന് ഒരു ക്ലാസ് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ കുറെ പേജ് ഇങ്ങനെ മറിച്ചിട്ട് ടീച്ചർ അടുത്ത ഭാഗത്തുനിന്ന് അല്ല എടുക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുകൾ കാണുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും അടുത്ത സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായിരിക്കുന്ന ടോപ്പിക് നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കുട്ടികൾ, നമ്മൾ തുടക്കം അറിയാലോ, നിങ്ങൾക്ക് തന്നെ കണ്ടാലും അറിയാം, ഫസ്റ്റ് നമ്മുടെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ എത്ര കുട്ടികളായി ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. 1 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്. അന്ന് ആ കുറച്ച് ദിവസങ്ങളിലൊക്കെ മാത്രമേ അങ്ങനെ അത്രയും സ്ട്രെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് ഇപ്പൊ 2 ഡിജിറ്റ് നമ്പറിലേക്ക് എത്തണില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം 9, 10 ഒക്കെ, അതിൽ 9, 10 ഒക്കെ ആണെങ്കിലും 2 അല്ല 3 എണ്ണം നമ്മളുടെ ഇതാണ്. അതായത് ഒന്ന് ഞാൻ എന്റെ വീഡിയോ, അതുപോലെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്ത വീഡിയോ, പിന്നെ നമ്മളുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ക്യാമറയാണ്. ദാറ്റ് മീൻസ് അവിടെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോഴായാലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് പോകും. അപ്പൊ റെക്കോർഡ് ആവില്ല. അപ്പൊ അവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഇൻഫോം ചെയ്യും, മീൻസ് അവിടെ ഇങ്ങനെ റെക്കോർഡ് ആവില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള 3 എണ്ണം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇവിടെ ഉള്ളൂ. ദാറ്റ് മീൻസ് 9 പേരുണ്ടെങ്കിൽ 6 കുട്ടികളെ ഇവിടെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പരമാവധി നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ അത് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയില്ലേ. അപ്പൊ നമ്മൾ അതിൻ്റെതായ ഒരു എന്താ പറയാ എഫേർട്ടും കൂടി എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് എൻഡ് വരെ കൊണ്ടുപോകാൻ. ഇപ്പൊ ഏകദേശം ഒക്കെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ സമയത്ത് അത് നമുക്ക് കുറച്ചുകൂടി ഇനീഷ്യേഷൻ എടുത്ത് നിങ്ങൾ അതൊന്ന് എന്താ പറയാ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വൈകിയത് കൊണ്ട്, ആളുകൾ കയറാൻ വൈകിയത് കൊണ്ട്, കുറെ പേരൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. യെസ്, ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ആരെങ്കിലും ഒന്ന് വേഗം പറഞ്ഞേ. കൃഷ്ണപ്രിയ, കനീസേ, എവിടെയാ നമ്മൾ നിർത്തിയത്? എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാ. ഒന്ന് പറഞ്ഞേ. പെട്ടെന്ന് ഞാൻ എവിടെ മുതലെടുക്കണം എന്ന് പറഞ്ഞാൽ മതി. കൃഷ്ണപ്രിയ പറയാട്ടാ, നോക്കട്ടെട്ടാ. ഓക്കെ ഓക്കെ. മിസ്സിന്റെ ക്ലാസ്സേ കാണാനില്ല. മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസിന്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു, ആസ്പെക്ട് കഴിഞ്ഞു, എന്നിട്ട് സെക്ഷൻസ് പറഞ്ഞു തുടങ്ങി. സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി, സിഗ്നിഫിക്കൻസ് അല്ല കേട്ടോ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ എംപ്ലോയി ഹെൽത്ത്. വെരി ഗുഡ്, അത് തന്നെയാണ് അവിടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഒരു സെക്ഷൻ 11 ആണ് പറഞ്ഞെന്ന് തോന്നുന്നു. ആണോ വിജിമോൾ? അത്ര പറഞ്ഞോളൂ. വിജിമോൾ ഒന്ന് കൺഫേം ചെയ്തേ, നിങ്ങളുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കട്ടെ. ഹലോ മാഡം. പറഞ്ഞോ. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാറില്ല. ആണോ? എന്നാലും മാക്സിമം ഞാൻ കേറാറുണ്ട്. ഓക്കെ ഓക്കെ. ക്ലാസ് കയറില്ലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെയാണ് എടുത്തോണ്ടിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി ഹെൽത്ത്. നമ്മുടെ എംപ്ലോയീസിന്റെ ഒരു ഫാക്ടറീസിൽ അതുപോലെയുള്ള അത്തരം ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങൾ, അത്തരം നിയമങ്ങൾ പാലിച്ച് എന്താ പറയാ എംപ്ലോയീസിന് അവരുടെ ഹെൽത്തിനെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ അവരെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോളോ ചെയ്യണം എന്നാണ് ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. അതിന്റെ ചാപ്റ്റർ 3 പറയുന്നത്. അതായത് ഇത് കുറെ ഇങ്ങനെ കാര്യങ്ങൾ അതിനകത്ത് കണ്ടന്റ് ഉണ്ട്, ഒരുപാടുണ്ട്. അതിനകത്ത് നമ്മളുടെ സെക്ഷൻ എന്താ പറയാ ചാപ്റ്റർ 3 കുറച്ച് സെക്ഷൻസിലാണ് ഈ എംപ്ലോയി ഹെൽത്തിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നിയമങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നായിരുന്നു സെക്ഷൻ 11 ക്ലെൻലിനെസ്. എന്താണ്? വൃത്തിയുടെ കാര്യം. വൃത്തി, ശുചിത്വം, ഇഫ്ലൂവിയ, നോട്ട് അതായത് ഭയങ്കര എന്താ പറയാ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ബാഡ് സ്മെല്ല്,
അതായത് കുറെ നേരമൊക്കെ ഇത് ശ്വസിച്ച് അതിന്റെ ഇതൊക്കെ വന്ന് നമ്മളുടെ ശ്വാസകോശത്തിലാണ് അടിഞ്ഞുകൂടുക അല്ലെ. അതിങ്ങനെ ശ്വസിച്ച് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് ശ്വസിച്ചല്ലോ, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡേ ബൈ ഡേ നമ്മളിത് ആ ഫ്യൂംസ് ഒക്കെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കയറ്റി വെക്കുമ്പോൾ അത് പതിയെ നമ്മളുടെ റെസിസ്റ്റന്റ് പവറിനെ, നമുക്കറിയാം ഒരു പരിധി വരെ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളെയൊക്കെ എന്താ പറയാ എല്ലാം കയറി പിടിക്കില്ല. കുറച്ചൊക്കെ റെസിസ്റ്റിംഗ് പവർ നമുക്കുണ്ട് നമ്മളുടെ ഫുഡും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് വൈറ്റമിൻസും ഒക്കെ കുറെയൊക്കെ നമ്മളുടെ പല രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിന്റെ ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി പ്രതികരിച്ചു തുടങ്ങും. അപ്പൊ അത് രോഗങ്ങളായിട്ടായിരിക്കും വരിക. അപ്പൊ അത്തരം രോഗങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഡ്രെയിനേജ് സിസ്റ്റം, അതായത് അഴുക്കും മറ്റു കാര്യമൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴിവാക്കണം. പിന്നെ ഒരു പ്രൈവറ്റ് മീൻസ് ചെറിയ ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ഇപ്പൊ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇടുങ്ങി കൂടിയതൊക്കെ ആകാതെ കുറച്ചുകൂടി ഇത്തിരി സ്ഥലമൊക്കെ കൊടുത്ത് അത് ആവശ്യത്തിന് വൃത്തിയുള്ളതാക്കി ബാഡ് സ്മെൽസ് ഒക്കെ ഒഴിവാക്കി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സ്വീപ്പിങ്ങിലൂടെ, അതായത് എല്ലാ ദിവസവും അടിച്ചു തൂത്ത് വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് വെറുതെ ഇങ്ങനെ തൂത്തോണ്ട് പോയിട്ട് കാര്യമില്ല. അത് ഇഫക്റ്റീവ് ആകുന്ന രീതിയിൽ തൂക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഫ്ലോറുകളായാലും ഇരിക്കുന്ന ബെഞ്ചോ ചെയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റെയർ കേസസ് അതിന്റെ ചോട്ടില് അതൊക്കെ കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും വൺസ് ഇൻ എ വീക്ക് നമ്മൾ അത് എന്ത് ചെയ്യണം, അത്തരം പരിസരങ്ങളൊക്കെ ഡിസ്ഇൻഫെക്റ്റഡ് ആക്കി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടത് സ്വീപ്പേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡ്രെയിനേജ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം. ആർക്ക് വേണ്ടി? എംപ്ലോയീസിന് വേണ്ടി. അതാണ് ക്ലെൻലിനെസ് എന്ന് പറയുന്നത് സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്നത്, ഫാക്ടറീസ് ആക്ട് 1948. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇഫ്ലുവൻസ് സെക്ഷൻ 12 ആണ്. സെക്ഷൻ 12 പറയുന്നത് വേസ്റ്റ് ഇഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് എന്താ പറയാ, നമ്മളുടെ ബോഡിക്ക് ഹാംഫുൾ ആകുന്ന ചില സ്മെല്ല്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഹാംഫുൾ ആകുന്ന, ഉപദ്രവകരമാകുന്ന ചില തരത്തിലുള്ള സ്മെല്ലുകൾ. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് കളയേണ്ടത്? അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ എക്സോസ്റ്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് കുറച്ച് പോയിന്റുകളിലൂടെ തന്നെയാണ് സെക്ഷൻ 12 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇഫ്ലുവൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് താഴെ പറയുന്ന പോയിന്റുകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് ചെയ്യേണ്ടത്. ഇത് സെക്ഷൻ 12 ആണ്, ഫാക്ടറീസ് ആക്ട് 48 പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് ആൻഡ് ഇഫ്ലുവൻസ്. അപ്പൊ എങ്ങനെയാ ആദ്യം തന്നെ ഇതിനെ, അതായത് ഈ പറയുന്ന ബാഡ് സ്മെൽസിനെ, നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള ബാഡ് സ്മെല്ല്, ബാഡ് ഓർഡർ എന്നാണ്, ORDOUR, ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ദുർഗന്ധം, അതാണ് കേട്ടോ. അപ്പൊ ഹാംഫുൾ ആകുന്ന ഓർഡേഴ്സ് ഒക്കെ ഇഫക്റ്റീവ് ആയിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ എല്ലാ ഫാക്ടറീസും ചെയ്യണമെന്നാണ്. അതായത് ടു ട്രീറ്റ് ദ വേസ്റ്റ് ആൻഡ് ഇഫ്ലുവൻസ്. മാനുഫാക്ചറിംഗിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഇത്തരം ഇൻഡസ്ട്രീസില് ഫാക്ടറീസിലൊക്കെ കൂടുതലും പ്രൊഡക്ഷൻ യൂണിറ്റുകളായിരിക്കും. അവിടെ ഒരുപാട് സാധനങ്ങൾ പലതും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫാക്ടറീസിൽ തീർച്ചയായും ഒരുപാട് വേസ്റ്റ് ഉണ്ടാകും. ഇൻ ദ ഫോം ഓഫ് ചിലപ്പോ അഴുക്ക് വെള്ളമായിരിക്കാം, ഇൻ ദ ഫോം ഓഫ് ഫ്യൂംസ്, പുകയായിരിക്കാം, അല്ലെ, ഗ്യാസസ് ആയിരിക്കാം, അങ്ങനെ ബാഡ് സ്മെല്ല്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവ് ആകുന്ന രീതിയിൽ അതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ എന്നാണ് എന്ത് പറയുന്നത് സെക്ഷൻ 12 പറഞ്ഞിരിക്കുന്നത്. വേസ്റ്റും ഇഫ്ലുവൻസും എന്താ പറയാ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ, അത് മനുഷ്യന്മാർക്ക് ഹാംഫുൾ ആകാത്ത രീതിയിൽ, ഇന്നോക്കസ് മീൻസ് നോട്ട് ഹാംഫുൾ, നമുക്ക് അപകടം വരാൻ പറ്റാത്ത രീതിയിൽ ആക്കി ആ ഒരു അന്തരീക്ഷത്തെ മാറ്റണം. അതനുസരിച്ച് വേസ്റ്റും ഇഫ്ലുവൻസും ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ സെക്ഷനും ആണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ സെക്ഷൻ 12 എന്തിനെ സംബന്ധിക്കുന്നത്? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇഫ്ലുവൻസ്. സെക്ഷൻ 11 ക്ലെൻലിനെസിനെ സംബന്ധിക്കുന്നത്. ഇതാണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്. മീൻസ് ഓരോ സെക്ഷനിലും എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. മനസ്സിലായോ? അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മളുടെ ഇൻഫോർമേഷന് വേണ്ടി നമ്മൾ വായിച്ചു നോക്കുക. എന്താണ് അതിനകത്ത് പറയുന്നത്? ഈ വേസ്റ്റ് ഇഫ്ലുവൻസ് ഒക്കെ എങ്ങനെ നമ്മൾ സെക്ഷൻ 12 പറയുന്ന രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതതിന്റെ ഇന്നർ കണ്ടന്റുകൾ, മെയിൻ പോയിന്റുകൾ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇഫ്ലുവൻസിലെ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഇഫ്ലുവൻസ് പറഞ്ഞാൽ ബാഡ് സ്മെല്ലാണ്, ഹാംഫുൾ ഓർഡർ ആണ്. ഇതെല്ലാം കൃത്യമായ രീതിയിൽ പ്രോസസ് ചെയ്ത് എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ, ചിലപ്പോൾ നല്ല എന്താ പറയാ കുറച്ചുകൂടി ആ ഒരു അന്തരീക്ഷത്തിലെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചു കളയുന്ന എക്സോസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക.
ഏത് രീതിയിൽ അതിനെ നമുക്ക് അത്തരം എംപ്ലോയീസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് അതിനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിനുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഫാക്ടറിയും അത് ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്, ഇല്ലേ? നിർബന്ധമുണ്ട്. കാരണം പ്രൊഡക്ഷൻ ഓരോ ഇക്കോണമിയിലും നടക്കേണ്ടതാണ്. പല സാധനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിക്ക് വളർച്ചയില്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നത് ഒരുപാട് സാധനങ്ങളുടെയും ഉൽപാദനത്തിലാണ്, അല്ലെ? ഉൽപാദനവും അതിന്റെ ഡിസ്ട്രിബ്യൂഷനിലൊക്കെയാണ്. അങ്ങനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു രാജ്യം അതിന്റെ വികസനം പ്രാപിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ രാജ്യത്തിൽ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പല കാര്യങ്ങൾക്കും മറ്റു കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കുറെയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്ക്. ഈവൻ നമ്മളുടെ ഫുഡ് കാര്യത്തിലും നമ്മൾ സസ്റ്റൈനബിൾ അല്ല, അല്ലെ? നമ്മൾ സ്വയം പര്യാപ്തരല്ല. നമ്മൾ മറ്റുള്ള നാടുകളെയൊക്കെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ജോലിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ നാട്ടില് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളോ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അധികമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ സാലറി കുറവ്. നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ പുറം നാടുകളിലേക്ക് എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണങ്ങൾ നമുക്ക് തന്നെ വ്യക്തമാണ്. പക്ഷെങ്കിലും അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് പുതിയ പുതിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ വരുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ ആളുകളെ നമുക്ക് ജോലിക്ക് എടുക്കാം. പക്ഷെ ഈ ജോലിക്ക് വരുന്നതിന് അവർക്ക് അവരുടെ ഹെൽത്തിന് സേഫ്റ്റി, സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് തീർച്ചയായിട്ടും, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും മനസ്സിലാവുന്നതുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയണം. ആകെ 3-4 പേരൊക്കെ ഇരിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, റൂൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ്. അതായത് ഇനി മറ്റൊരു രീതിയിൽ ഏത് ഫാക്ടറീസിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയാ മനുഷ്യന്മാരുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ ഉള്ള ഫാക്ടറീസ്, അത്തരം ഫാക്ടറീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചില അറേഞ്ച്മെന്റുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയാണ്, അതെ ഇത് എംപ്ലോയീസിന്റെ ഹെൽത്തിന് ഹാനികരമായി ബാധിക്കാവുന്ന നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അങ്ങനത്തെയാണ്, അതുകൊണ്ട് അവരുടെ ഹെൽത്തിനെ നിങ്ങൾ മാനിക്കണം. സോ യു ഹാവ് ടു ടേക്ക് സച്ച് മെഷേഴ്സ്. ഇങ്ങനെ കാര്യങ്ങൾ അറേഞ്ച്മെന്റുകൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം ഇവിടെ നടപ്പിലാവൂല, ഈ പ്രൊഡക്ഷൻ നമ്മൾ ഇവിടെ നടത്താൻ പറ്റില്ല, നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഒരു കാര്യം ഒന്ന് ഉദാഹരണം പറയാം. നമ്മളുടെ പരിസര പ്രദേശങ്ങൾ, ഇപ്പൊ നമ്മളുടെ എന്താ പറയാ, ഇപ്പൊ ഇവിടെ അടുത്തിവിടെ കൂരമാവിലോ ഒക്കെ എങ്ങോട്ടൊക്കെ എന്തോ ഒരു ഫാക്ടറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഫാക്ടറീസിന്റെ പരിസരത്ത് വസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് എന്താ പറയാ പുറത്തേക്ക് പോകുന്ന ഫ്യൂംസ്, ആ പുകയൊക്കെ ശ്വസിച്ചിട്ട് പരിസരവാസികൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളായിരിക്കാം, സ്കിൻ ഇറിറ്റേഷൻസ് ആയിരിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനത്തിൽ നിന്നും പുറത്തു വരുന്ന അഴുക്കോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവിടെയൊക്കെ കലർന്നത് കൊണ്ടാകാം, ആ അന്തരീക്ഷ അറ്റ്മോസ്ഫിയറിലൊക്കെ കലർന്നത് കൊണ്ടോ ഒക്കെയാണ്. അപ്പൊ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ചിലപ്പോ അത് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ പ്രദേശവാസികൾ സമ്മതിക്കില്ല. കാരണം അവരവിടെ എന്താ പറയാ ജീവിക്കുന്നത് ഈ പറയുന്ന റിസ്ക് ഒക്കെ ഏറ്റെടുത്തിട്ട്. അപ്പൊ അതിനുള്ള പ്രതിവിധികൾ ചിലപ്പോ അവർ അതിന് വേണ്ടിയിട്ട് കേസൊക്കെ സ്യൂട്ട് ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ഒക്കെ ഇടപെടും. അപ്പൊ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് അതുവരെ നിങ്ങൾ അടച്ചിടണം. അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്ന സമയം വരെ അത് എന്തായാലും നിർബന്ധമായിട്ട് സ്വീകരിക്കേണ്ടതാണ് എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അധികാരം ഉപയോഗിച്ച് ഇത്തരം ഫാക്ടറീസിന് ഒരു പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി, ഗവൺമെന്റിന്റെ ആ ഒരു അധികാരത്തില് അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഫാക്ടറീസ് ചെയ്യണം. അതാണ് റൂൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബിംഗ് അറേഞ്ച്മെന്റ്സ്. ദാറ്റ് മീൻസ് അവരെന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായും ഫാക്ടറീസ് അത് നടപ്പിലാക്കണം. അതർവൈസ് they will cancel the license of that factories. അല്ലെങ്കിൽ എന്ത് പറ്റും? ഗവൺമെന്റ് ഇടപെട്ട് ആ ഫാക്ടറിയുടെ ലൈസൻസ് തന്നെ കട്ടയും അടച്ചു പൂട്ടി എന്നേക്കുമായിട്ട് ബാൻ ചെയ്ത് വെക്കും. മനസ്സിലായോ? ഇതിപ്പോ പുറത്തുള്ള ആളുകൾക്ക് ഇത്രയും അസുഖങ്ങൾ വരുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ അകത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതിനേക്കാൾ എന്താ പറയാ ഭയാനകമാണ് അവരുടെ അവസ്ഥ, ഉള്ളിലുള്ളവരെ. അപ്പൊ അവര് തീർച്ചയായിട്ടും അവരുടെ ലൈഫും സേഫ് ആക്കണം. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത്തരം ഫാക്ടറീസ് എന്തെങ്കിലും പ്രൊഡക്ഷൻസ് നടത്താൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ഓരോ ഫാക്ടറീസും നിർബന്ധിതരാണ്. ക്ലിയർ ആയി കാണും അല്ലെ? അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ എന്താ പറയാ ഡിസ്പോസ് ചെയ്യാനുള്ള മെയിൻ്റനൻസ്, അതുപോലെയുള്ള അറേഞ്ച്മെന്റ്സ് ഇഫക്റ്റീവ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അറേഞ്ച്മെന്റുകൾ എല്ലാ ഫാക്ടറീസും ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻഫ്ലുവൻസിൽ സെക്ഷൻ 12 പറയുന്നത്. ക്ലിയർ? വേഗം പറയണം. ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യും.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ തേർഡ്, മൂന്നാമത്തേത് വെന്റിലേഷൻ സെക്ഷൻ 13 ആണ്. വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇനി പറയുന്നത് സെക്ഷൻ 13 സിമ്പിൾ ആണ് കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് കാര്യമായിട്ട് നമ്മളൊന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ഓരോ ഫാക്ടറീസിലും വെൻ പ്രൊഡക്ഷൻസ് ആർ ക്യാരിങ് ഓൺ, നമുക്കറിയാം പല രീതിയിലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ റബ്ബർ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ നല്ല എന്താ പറയാ സുഗന്ധമൊന്നും അല്ല ഉണ്ടാകുക. അവിടെ നിന്നൊക്കെ അതൊക്കെ എന്തെങ്കിലും തരത്തിൽ പ്രോസസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ പുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് സമയം നമ്മൾ ഇതൊക്കെ ഇൻഹേൽ ചെയ്താൽ നമ്മുടെ ആരോഗ്യ സ്ഥിതിയിലെ അത് ഭയങ്കരമായിട്ട് ഹാനികരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടും പറയുന്നു, വൃത്തി മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, എന്ത് ചെയ്യണം? adequate ventilation should be provided in each and every factory for fresh air, temperature. അതായത് ഇപ്പോ നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ആവശ്യത്തിന് വെട്ടവും വെളിച്ചവും അതുപോലെ തന്നെ എന്താ പറയാ ഈ ഊഷ്മാവിന്റെ നിലയൊക്കെ വളരെ കൂടി പോകാതെയൊക്കെ കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആവശ്യത്തിന് അത്തരം സജ്ജീകരണങ്ങളും ചെയ്തിരിക്കണം. അതിലും ജനലൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് എയർ, നാച്ചുറൽ എയർ ഒക്കെ അകത്തേക്ക് പ്രവേശിക്കും. അല്ലാതെ ഇങ്ങനെ അടച്ചു മൂട്ടിയിട്ടെടുത്ത് കുറെ എംപ്ലോയീസ് കിടന്ന് ജോലി ചെയ്യുന്നു, അവിടെ ടെമ്പറേച്ചർ കൂടും. മാത്രമല്ല രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ, പ്രോബബിലിറ്റീസ് ആണ്, സാധ്യത കൂടുതൽ അങ്ങോട്ട് വർദ്ധിക്കും. അത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ എന്താ പറയാ ബാധിക്കും. മാത്രമല്ല പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വൈൽ വി ആർ ഗിവിംഗ് പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് adequate temperature ഇൻ ദ റൂംസ്, ആ വർക്ക് റൂമുകളിലൊക്കെ ആവശ്യത്തിനുള്ള വെന്റിലേഷനും അതുപോലെ തന്നെ ഫ്രഷ് എയർ ഒക്കെ കയറാനുള്ള സാധ്യതയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിവെന്റ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അവരുടെ ആരോഗ്യത്തിനെ ഹാനികരമാകുന്ന പലതിനെയും തടയാൻ പറ്റും. പിന്നെ മാത്രമല്ല വാൾസും ഇതെന്താ പറയാ നമ്മുടെ ചുമരുകളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ റൂഫൊക്കെ അങ്ങനത്തെ ചില മെറ്റീരിയൽസ് വെച്ചായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ഭയങ്കര ചൂടൊക്കെ നിലനിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് റൂഫ് ഒന്നും ചെയ്യരുത്. അപ്പൊ നമ്മൾ പറയാറില്ലേ വീട്ടില് വർക്ക് ആയതുകൊണ്ടാ ഭയങ്കര ചൂട്, പണ്ടൊക്കെ ഓട് വീട്ടിലായിരുന്നു എന്ത് കൂളിംഗ് ആയിരുന്നു അല്ലെ. ഇപ്പൊ വലിയ കുഴപ്പമില്ല, കുറെ ഈ ചിറാപ്പുഞ്ചി പോലെ എല്ലാ ദിവസവും മഴയാണ്. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോ ഒരു ചൂടുകാലം വരും അല്ലെ, വരൂലേ? വരുമോ? അപ്പൊ ഈ ചൂട് കാലം വന്നു കഴിയുമ്പോ എന്ത് പറ്റും? ചൂടാണ്. അപ്പൊ നമുക്ക് പിറക്കകത്ത് ഇരിക്കാനും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, ഭയങ്കര ചൂടാ. അന്നേരമൊക്കെയാണ് ഈ എന്താ പറയാ ടെറസ്ഡ് ആയിട്ടുള്ള റൂഫുകളുടെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം. ഭയങ്കര ചൂടാണ് ആ മെറ്റീരിയൽസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില് ഇതുപോലുള്ള ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ അതിന്റെ ഉള്ളില് ഇന്റീരിയറിലൊക്കെ ഇതുപോലെ എന്താ പറയാ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറിനെ മാത്രം നിലനിർത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യാം? ഇന്ന് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രം വാൾസും റൂഫ്സും ഒക്കെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ആസ് ലോ ആസ് പ്രാക്ടിക്കബിൾ എന്നാ പറഞ്ഞേക്കണം. ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ. കാരണം പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഓഫീസിൽ ചൂട് കൂടും അതിന്റെ അകത്ത്. പിന്നെ മാത്രമല്ല ഒരുപാട് വർക്കേഴ്സ് ഉണ്ടെങ്കിലും ടെമ്പറേച്ചർ കൂടും. നമ്മൾ ഒരു റൂമിൽ ഒരാൾ മാത്രം കിടന്നുറങ്ങുന്നതും ഒരു 10-15 പേര് കയറി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മൂലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുമ്പോ ചൂട് അന്ന് വാതിലടച്ച് നോക്കുക നിങ്ങൾ, ഒരുപാട് ചൂട് കൂടും. കാരണം നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ തന്നെ അതിനകത്ത് തങ്ങും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് റൂഫ്സിലും വാൾസിലും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ സെക്ഷൻ 13. ഓരോ സെക്ഷന്റെയും പേരും ആ സെക്ഷനിൽ എന്ത് വരുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾ ആ ഓരോ സെക്ഷന്റെ അടിയിൽ വരച്ചേക്കാം. വെറുതെ സെക്ഷൻ 13 പഠിച്ചാൽ പോലെ. സെക്ഷൻ 13 പറയുന്നത് വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചറിനെ കുറിച്ചുള്ള നിയമമാണ്. ക്ലിയർ? മനസ്സിലായില്ലേ? പറഞ്ഞോട്ടെ അടുത്തത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. വീണ്ടും പറയുന്നു പൊടിയും പുകയും. പൊടിയും പുകയിനെയും കുറിച്ച് പറയുന്നത് സെക്ഷൻ 14 നമുക്കറിയാം ഈ പറയുന്ന ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നിരന്തരം ശ്വസിക്കേണ്ട ഒന്നാണ് അവിടുത്തെ പൊടി പുക. അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാൻ,
അതിങ്ങനെ കുറെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. ഇപ്പൊ പൊടിയൊക്കെ പറത്തുന്ന രീതിയിലുള്ള ചില മെറ്റീരിയൽസ്. ചിലപ്പോ ഈ ഫർണിച്ചർ നിങ്ങൾ നോക്കുക, ഫർണിച്ചറൊക്കെ മരമൊക്കെ കൊണ്ടുവന്നിട്ട് അറുത്ത് അതിൽ നിന്ന് പല രീതിയിലുള്ള മോഡേണൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയാ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്കറിയാം ഈ ഫർണിച്ചേഴ്സ് നമ്മൾ വരുമ്പോ എന്താ പറയാ നമ്മൾ പോയി വാങ്ങിക്കുമ്പോ ഒരു കടയിൽ ഇങ്ങനെ ഭയങ്കര ഭംഗിയിൽ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. പക്ഷെ ഇതിങ്ങനെ ആക്കിയെടുക്കുന്നതിന്റെ പിന്നില് കുറെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അത് ജോലിക്കാരാണ് ഇതൊക്കെ ചെയ്ത് അത് മരം കട്ട് ചെയ്യുന്നത് മാത്രമല്ല അത് എന്താ പറയാ മുറിച്ച് കുഞ്ഞി കഷ്ണങ്ങളാക്കിയും അതിനെ ഏതെങ്കിലും രീതിയിലേക്ക് അതിനെ മോൾഡ് ചെയ്തെടുക്കണം. അതിനെ എന്താ പറയാ നല്ല സ്മൂത്ത് സർഫസ് ആണ്. നമ്മൾ കട്ടിലെ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാലോ അതിന്റെ സർഫസ് പരിവർത്തതും നല്ല സ്മൂത്ത് ആക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൽ നിന്നൊക്കെ പൊടി വരും. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പുകയൊക്കെ വരുന്ന രീതിയിലുള്ള വേറെ ഏതെങ്കിലും ഫാക്ടറി ആണെങ്കിലും അവിടുന്ന് പുകയൊക്കെ വരും. സോ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ശ്വസിച്ച് ആളുകൾക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എക്സോസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. പൊടിയൊക്കെ ഇങ്ങനെ പോകാനും പുകയൊക്കെ വലിച്ചു കളയാനും ഒക്കെ പറ്റിയ ഇത് ഉപയോഗിക്കാം. പിന്നെ എന്താ പറയാ ഈ കമ്പ്യൂഷൻ എൻജിൻസ് ജ്വലിപ്പിച്ച് കളയാനേ വേസ്റ്റ് ഒക്കെ അവിടെ തന്നെ എടുത്തിട്ട് പെട്ടെന്ന് അതിനെയൊക്കെ ജ്വലിപ്പിച്ച് ഇപ്പൊ ചില വീടുകളിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പോലും നമുക്ക് പെട്ടെന്ന് മണമൊന്നുമില്ലാതെ എന്താ പറയാ കത്തിച്ച് കളയാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ? വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടല്ലേ ഉണ്ടോ? നമ്മുടെ വീടുകളിലും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. വലിയ കാശൊന്നും ഇല്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വീഡിയോസില്? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനത്തെയാണ് നമ്മൾ ഉപയോഗിച്ചൊന്നും നോക്കിയിട്ടില്ല, പക്ഷെ അങ്ങനെയുണ്ടെന്നാ പറയുന്നത്. അത് നമ്മൾ ഈവൻ പ്ലാസ്റ്റിക് നമ്മൾ അതിനകത്തിട്ട് കത്തിച്ചാലും അതിനകത്തുനിന്ന് നോ സ്മെൽ, ഒരു സ്മെല്ലും ഇല്ല, വായുവിലൊന്നും കലരില്ല. പെട്ടെന്ന് തന്നെ എല്ലാത്തിനെയും കത്തിക്കാം. വലിയ ഇത്ര പോലെ ഒരു കുറ്റി പോലത്തെ സാധനമാണ്. പക്ഷെ അത് വെറുതെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കും. എന്താ മെഷീൻസ് പോലെയുള്ള സാധനങ്ങളും ഉണ്ട്. ഇതുപോലെയുള്ള പൊടി അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞാലും അവിടെ അതിന്റെ ശ്വസിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഇതൊന്നും വരില്ലാത്ത രീതിയിലുള്ള എൻജിൻസ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഡസ്റ്റിനെയും ഫ്യൂസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ഒരു ഫാക്ടറിയിലും ശ്രമിക്കണം. അതല്ലെങ്കിൽ അത് എംപ്ലോയീസിന്റെ ഹെൽത്തിന് അത് വളരെയധികം ഇൻജൂറിയസ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ബിലോ പെർമിസിബിൾ ലിമിറ്റ്സ്. ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ പറയാ ഒരു ലോ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ആകുമ്പോഴേക്കും പെട്ടെന്ന് എന്ത് ചെയ്തോളാം അതിനെയൊക്കെ എന്താ പറയാ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടപടികൾ ഫാക്ടറീസ് സ്വീകരിക്കണം എന്നാണ് പറയുന്നത് സെക്ഷൻ 14 ഡസ്റ്റ് ആൻഡ് ഫ്യൂംസിൽ. മനസ്സിലായോ? ഇതിൽ അപ്പുറമായാൽ നമ്മൾ അതിന് ഫൈൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി നിയമം തന്നെയാണ്, ഒരു നിയമമാണ്. അതായത് ഇതിനേക്കാൾ കൂടുതൽ അതിപ്പോ എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽസിലായിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലായിക്കോട്ടെ അവിടെയൊക്കെ പരിസരത്ത് ചുറ്റുവട്ടത്തൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഉദാഹരണം പറയാം, നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ പറയാ ഇൻസ്പെക്ഷൻസ് നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ചില എന്താ പറയാ നമുക്കറിയാം ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഒരു 5 പേർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ കുറച്ച് അലങ്കോലാകും, കുറച്ച് വൃത്തിഹീനമാകും. എപ്പോഴും ചില ആളുകൾ അത് എപ്പോഴും കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ തന്നെ ഒന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. ചിലവര് എങ്ങനെയല്ല, വലിച്ചു വാരി അങ്ങനെ ഇട്ട് കിടക്കും. എന്നിട്ട് ഏറ്റവും അവസാനം അതെല്ലാം കൂടി ശരിയാക്കാന്ന് വിചാരിക്കും. അങ്ങനെയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ 5 പേർക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത്രയും അധികം മോശമാകുന്നുണ്ട് നമ്മുടെ കിച്ചണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ അബൌട്ട് എ റെസ്റ്റോറന്റ്. ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏകദേശം 10,000 ആൾക്കാരൊക്കെ വന്നു കയറി. ചിലപ്പോൾ 5,000 വലിയ റെസ്റ്റോറന്റില് അങ്ങനെയൊക്കെ വന്നു കയറി പോകുന്നുണ്ട്. നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഇതിലൊക്കെ വളരെ നല്ല സീറ്റിങ്ങും മറ്റു കാര്യങ്ങളും AC ആണ്. അതൊക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോരും. പക്ഷെ ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കുന്നില്ല. അതിനുള്ള ഇൻസ്പെക്ഷൻ ആളുകളൊക്കെ ഉണ്ട്. അത് ചെല്ലുമ്പോൾ നമുക്കറിയാം ചിലതിന്റെയൊക്കെ അപ്പൊ തന്നെ അടച്ചു പൂട്ടിക്കും. കുറച്ച് നാളത്തേക്ക് പിന്നെ പൂട്ടി കിടക്കണം. ഇനി ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി ഒക്കെ ശേഷം മാത്രമേ അവർക്ക് വീണ്ടും അത് ഓപ്പൺ ചെയ്യാനുള്ള അധികാരം കൊടുക്കുള്ളൂ. ഇതൊക്കെ ഇതിനകത്ത് പെടുന്നതാ. മനസ്സിലായോ? അതൊക്കെ കഴിച്ചു വരുമ്പോ അതിൽ പണിയെടുക്കുന്നവർക്കും രോഗം വരും. മാത്രമല്ല, കാരണം എപ്പോഴും ഈ അഴുക്കിലും വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ ഇത് തന്നെ ഉണ്ടാക്കുന്നേ. ഇത് കഴുകുന്നുണ്ടോ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് ആരൊക്കെ കാണും, അതറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നന്നായി അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. സോ അതിനൊക്കെ ഒരു നിയമങ്ങൾ കൊണ്ടുവരുമ്പോ അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കും ബെറ്റർ ആണ്, അതുപോലെ തന്നെ മറ്റ് വരുന്ന കൺസ്യൂമേഴ്സിനും ബെറ്റർ ആണ്. അപ്പൊ രണ്ടു കൂട്ടരെയും എന്താ പറയാ അവരുടെ രണ്ടു കൂട്ടരുടെയും ഇതിന് നല്ല നിൽപ്പിന് ആവശ്യമാണ് ഇതൊക്കെ. അപ്പൊ ഇതുപോലെയുള്ള ഡസ്റ്റ് ആൻഡ് ഫ്യൂംസും ഇതൊക്കെ വൃത്തിയാക്കി മാത്രമാണ് ഒരു പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ താഴെ മാത്രമേ പാടുള്ളൂ.
അതില് അപ്പുറം അവരുടെ വേസ്റ്റോ ഫ്യൂംസോ ഡസ്റ്റോ ഒക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സ്റ്റാറ്റ്യൂട്ടറി നിയമമുണ്ട് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 14 ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു തമ്പെങ്കിലും ഇടണേ. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ആണ് കേട്ടോ. അടുത്തത് പറയുന്നത് സെക്ഷൻ 15 പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്താ? ഈ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഹ്യൂമിഡിറ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈർപ്പം അല്ലെ, ഇതൊരു എന്താ പറയാ ഈർപ്പരഹിതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ഏത് ഫാക്ടറീസിലും ഹ്യൂമിഡിറ്റി ഓഫ് എയർ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഇപ്പൊ സാധാരണ അവിടെ ഹ്യൂമിഡിറ്റി ഇല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇപ്പൊ ചില ഓർഗനൈസേഷനിലൊക്കെ അവിടെ ഒരു ഡിജിറ്റൽ എന്താ പറയാ ഇതായിട്ട് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഇത്ര ഹ്യൂമിഡിറ്റി ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അതിന്റെ ബിലോ പോകുന്നുണ്ടോ എബോ പോകുന്നുണ്ടോ എന്ന്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിറ്റി എന്ത് ചെയ്തിരിക്കണം, എല്ലാ ഫാക്ടറീസും ചെയ്തിരിക്കണം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രകാരം 1948 ഫാക്ടറീസ് ആക്ട് സെക്ഷൻ 15 മാത്രമല്ല സബ്സെക്ഷൻ ആണ്. ഒരു ബ്രാക്കറ്റിൽ ഒരു 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 15 സബ്സെക്ഷൻ 1 പറയുന്നത് അത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ, ഏത് സ്റ്റാൻഡേർഡിലാണ് അവിടുത്തെ ഹ്യൂമിഡിറ്റി വേണ്ടത് അത് റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തിരിക്കണം. ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട്. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഹ്യൂമിഡിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷം കറക്റ്റ് ആയിട്ട് അത് ആവറേജ് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യത്തിന് വെന്റിലേഷനും കൂളിംഗും ഒക്കെ കൊടുത്ത് വർക്ക് റൂമിലൊക്കെ ആവശ്യത്തിന് എന്താ പറയാ കൂളിംഗ് കൊടുക്കുക, ആവശ്യത്തിന് വെന്റിലേഷൻ കൊടുക്കുക എന്ന് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ എന്താ പറയാ ഹെൽത്തിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യേണ്ടത് ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ഇൻ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ഓഫ് ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. ക്ലിയർ ആയോ? ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 എന്നാണ്, അങ്ങനെയാണ് അതിനെ വായിക്കണ്ടേ. സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ബ്രാക്കറ്റിൽ ഒരു 1 ഇട്ടിട്ടുണ്ട്. മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് 15, അതിനകത്ത് ഒരു സബ്സെക്ഷൻ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷനെ കുറിച്ച് ഫാക്ടറീസ് ആക്ട് 1948 പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഹ്യൂമിഡിറ്റിയുടെ ആ ഒരു ലെവലാണ് പറഞ്ഞത്. ഹ്യൂമിഡിറ്റി എത്രത്തോളം ഹ്യൂമിഡിറ്റി ഉണ്ടാകണം ആ റൂമില് അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കുറെ ഇങ്ങനെ കൂടുതലാകാനൊന്നും പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിരിക്കണം. അതാണ് പറഞ്ഞേക്കണം, മാൻമെയ്ഡ് ആയിട്ട്. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 16 ആണ് ഓവർ ക്രൗഡിങ്. ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നത് ഓവർ ക്രൗഡിങ് എന്താ? ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കരമായിട്ട് വെറുതെ ഇങ്ങനെ കൂട്ടം കൂടിയൊക്കെ അത് എംപ്ലോയീസിന്റെ എന്താ പറയാ വർക്ക് പ്ലേസിൽ ഒരു എന്താ പറയാ ഏകദേശം അവിടുത്തെ സ്പേസ് ഏരിയ ഒക്കെ നോക്കി വേണം അവിടെ അത്രയും എംപ്ലോയീസിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ സ്പേസ് വളരെ കുറവ്, ഒരു 100 എംപ്ലോയീസിനെ കൊണ്ടെത്തിയിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്തു എന്ന് പറയാൻ പാടില്ല. ഓവർ ക്രൗഡിങ് ഓൾസോ in the work group also is injurious to health of the employees. തീർച്ചയായിട്ടും ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ ഓവർ ക്രൗഡിങ്, കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ജോലി ചെയ്യാണ്, വിയർത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വല്ല ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ജലദോഷമോ പനിയൊക്കെ ഉണ്ടെങ്കിലും ഓവർ ക്രൗഡിങ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് എല്ലാവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത് സെക്ഷൻ 16 എന്ന് വെച്ചാൽ ഏരിയ അനുസരിച്ച് എത്ര ഏരിയ ഉള്ള സ്ഥലത്താണ് വർക്കേഴ്സിന് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അവിടെ ഇരുത്തുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വേറെ സ്ഥലം പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പറ്റില്ല, വേണ്ടെന്ന് വെച്ചോളണം. ഓക്കെ, അതാണ് therefore various measures shall be taken to avoid overcrowding. അപ്പൊ സെക്ഷൻ 16 പറയുന്നു അതിനു വേണ്ടിയിട്ട് ഓവർ ക്രൗഡിങ് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികൾ ഏത് ബിസിനസ് ഓർഗനൈസേഷനും ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ അഡോപ്റ്റ് ചെയ്തോളണം എന്നാണ് ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 16 പറയുന്നത്. ഓവർ ക്രൗഡിങ് ഒഴിവാക്കണം. ആളുകൾ വന്ന് വട്ടം കൂടി ആളുകളുടെ എണ്ണം കൂടുതൽ, എംപ്ലോയീസിന്റെ ജോലിക്കാരുടെ എണ്ണം കൂടുതൽ, ഒരു ഇൻഡസ്ട്രിയിലും മൊത്തമുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ എന്നല്ല, അവർക്ക് ജോലി ചെയ്യാൻ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് അവിടെ എന്തോരം ആൾക്കാർ വേണം, അവിടുത്തെ ഏരിയ അനുസരിച്ച് ഒരു വലിയ ഒരു ഹാള്, ഒരു എന്താ പറയാ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലാണ്, അവിടെ വേണമെങ്കിൽ നമുക്കൊരു 10-20 എന്താ പറയാ എംപ്ലോയീസിനൊക്കെ എത്തി ജോലി ചെയ്യിപ്പിക്കാം. അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു 10,000 എംപ്ലോയീസിനെ കൊണ്ടുവന്നിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ?
അങ്ങനെ പാടില്ല എന്ന് മനസ്സിലായത്. അവരുടെ ഏരിയ അനുസരിച്ച് ഏത് ഏരിയയിലാണ് അത്രയും ഏരിയ അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുണ്ടോ ഒന്ന് പതുക്കെ കൈയും കാലൊക്കെ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൗകര്യം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അവരെ അത്രയും പേരെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഓവർ ക്രൗഡിങ് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 16. ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? ക്ലെൻലിനെസ് എന്നാണ് തുടങ്ങിയത്, സെക്ഷൻ 11 ക്ലെൻലിനെസ്. രണ്ടാമത്തേത് സെക്ഷൻ 12 ആണ്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻഫ്ലുവൻസ്. വേസ്റ്റ് ഇൻഫ്ലുവൻസിന്റെ ഡിസ്പോസൽ, അത് സെക്ഷൻ 12 ആണ്. 13 പഠിച്ചത് വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് സെക്ഷൻ 14. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ആണ്. ദെൻ ഓവർ ക്രൗഡിങ് സെക്ഷൻ 16 ആണ്. യെസ്, അടുത്തത് നമുക്ക് ലൈറ്റിംഗ് ആണ്, സെക്ഷൻ 17. പറഞ്ഞോട്ടെ, സെക്ഷൻ 17 ലൈറ്റിംഗ് പറയട്ടെ. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് തോന്നല്ലേ സിമ്പിൾ ആണോ എന്ന് പറഞ്ഞേ. വെറുതെ സെക്ഷൻ ഏതാണെന്ന് നമ്മൾ അതിന്റെ ഇന്ന സെക്ഷൻ ഇന്നതിനെ സൂചിപ്പിക്കുന്നു, അതറിയണം. ഓക്കെ, അതറിയാം. പിന്നെ ഉള്ളിലുള്ളത് നമ്മൾ അതിനകത്ത് എന്താ പറഞ്ഞേക്കണേ? അതെന്താ അതിനെ കുറിച്ച് പറയാ? ശരി, ഓവർ ക്രൗഡിങ് അതെന്താ ഓവർ ക്രൗഡിങ്? അപ്പൊ അവർക്ക് എംപ്ലോയീസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരിങ്ങനെ കുറെ പേരൊക്കെ ക്രൗഡാക്കി ഇരുത്തി ജോലി ചെയ്യാൻ പാടില്ല, അതാണ് അതിനെ കുറിച്ചാണ് പറഞ്ഞേക്കണേ. അത് അവരുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആണ്, അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ കണക്ട് ചെയ്ത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ചിരിക്കുന്നു മാത്രം. അപ്പൊ നിങ്ങളത് വിശദീകരിച്ച് നോക്കുക, വായിച്ചു നോക്കുക, അത് മനസ്സിലാക്കി വെക്കുക. സോ സെക്ഷൻ 17 ലൈറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ ലൈറ്റിങ്? വെട്ടവും വെളിച്ചവും വേണം, വേണ്ടേ? അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ വെട്ടവും വെളിച്ചമൊക്കെ ഇല്ലെങ്കിലേ, ഇപ്പൊ ഇവിടെ ആവശ്യത്തിന് വെട്ടമില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും അല്ലെ, സ്ക്രീനിൽ എന്താണ് എഴുതി വെച്ചേക്കണേന്നൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ ദാറ്റ് മീൻസ് വി വിൽ ഗിവ് മോർ സ്ട്രെയിൻ ടു അവർ ഐസ്. നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കും. കുട്ടികളോടൊക്കെ പറയില്ലേ, വെളിച്ചു ഇട്ടിട്ട് ഇരുന്ന് കാണുക. നമ്മൾ TV കാണുമ്പോൾ, മൊബൈൽ ഫോണുകളിൽ നോക്കുമ്പോഴൊക്കെ ലൈറ്റ് ഇട്ടിരുന്ന് കാണുക. അല്ലെങ്കിൽ എന്താ പറ്റിയെന്നറിയാം, ഈ കൂടുതൽ ഈ വെളിച്ചമില്ലാതെ ഈ മൊബൈലിന്റെ വെളിച്ചം മുഴുവൻ നമ്മുടെ കണ്ണിലേക്ക് വരികയും അപ്പൊ നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യും അല്ലെ. അങ്ങനെ പാടില്ല. ഓർഗനൈസേഷനിലും ആവശ്യത്തിന് ലൈറ്റിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് എന്നാ പറഞ്ഞേക്കണേ. ടു അവോയ്ഡ് ഐ സ്ട്രെയിൻ, നമ്മുടെ കണ്ണിന്റെ സ്ട്രെയിൻ അധികം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യണം എന്നാണ് ആക്ട് പറയുന്നത്. ഏത്? ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. അപ്പൊ ഫാക്ടറീസിന്റെ എല്ലാ ഭാഗത്തും വർക്കേഴ്സിന് നല്ല രീതിയിൽ എന്താ പറയാ, ലൈറ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ, സഫീഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, ബൾബ് ഉള്ളിടത്തൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ബൾബുകൾ ഇടുക. ഇനി നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് വരുന്ന സ്ഥലമുണ്ട്, ഇപ്പൊ ജനലിൽ കൂടിയൊക്കെ വരും, അപ്പൊ ആ ജനലൊക്കെ ഒന്ന് തുറന്നിടുക. ഇനി മാത്രമല്ല, മിക്കവാറും എല്ലാ ഫാക്ടറീസിലും, പണ്ടൊക്കെ അങ്ങനെയൊന്നുമില്ല, പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ജനലൊക്കെ മരത്തിന്റെ അല്ലെ, മരത്തിന്റെ ഫ്രെയിം വെച്ചിട്ട്, ഫ്രെയിം അല്ല മരത്തിന്റെ തന്നെ ജനലായിരിക്കും പണ്ടത്തെ വീടുകളിലൊക്കെ. ഇന്നൊക്കെ എല്ലാം ഗ്ലേസിംഗ് ആയിട്ടുള്ള എന്താ പറയാ, ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസ് ആണ്. അപ്പൊ ഒബിയസ്ലി നമുക്കറിയാം, കർട്ടൻ ഒക്കെ ഇട്ടും ആളുകൾ മറിക്കും. പക്ഷെ കർട്ടൻ ഒക്കെ നീക്കിയിട്ടാലും നമുക്ക് ഗ്ലാസ് തുറന്നില്ല എങ്കിലും നമുക്ക് വെളിച്ചകത്തോട്ട് കയറും. കാരണം ട്രാൻസ്പെറന്റ് ആണല്ലോ, വെളിച്ചം അകത്തോട്ട് കയറിക്കോളും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പൊ ജനലുകളൊക്കെ തുറന്നെടുക്കാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ അത് തുറന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ്സ് നമുക്ക് അകത്തേക്ക്, അതായത് സ്കൈ ലൈറ്റ്, ആകാശത്തു നിന്നുള്ള വെളിച്ചം കൂടി കയറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബൾബ് ഇട്ടിട്ട് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ, ബോത്ത് രണ്ട് രീതിയിലും ഒക്കെ നമുക്ക് അറേഞ്ച്മെന്റുകൾ കൊടുക്കണം. വർക്കേഴ്സിന് അവരുടെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാകരുത് എന്നാണ് എന്ന് പറയുന്നത് ലൈറ്റിങ്ങിനെ കുറിച്ച് സെക്ഷൻ 17 പറയുന്നത്. ഇനി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വെളിച്ചമൊന്നും കൊടുത്തില്ല, അതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കണ്ണുകൾക്കൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിക്കുന്ന ചില നിയമങ്ങള് ഇതിനകത്ത് തന്നെ സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സെക്ഷൻ 17 സബ്സെക്ഷൻ 3 എന്താ പറയാ, ഇവര് ഇത്തരം ലൈറ്റിംഗ് സംബന്ധമായിട്ടുള്ള കുറച്ച് കൂടുതൽ നിയമങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചമൊക്കെ എംപ്ലോയീസിന് കിട്ടിയില്ല എങ്കിൽ അതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. ഇവിടെ നമുക്കത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ആക്ടുകളൊക്കെ 1948 എന്താ പറയാ, ഫാക്ടറീസ് ആക്ട് ഉണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോ ആക്ടുകളുണ്ട്. എംപ്ലോയീസിന് വേണ്ടി മാത്രം കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ ആക്ടുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. വലിയ പുസ്തകക്കെട്ട് പോലെയാണ്. അപ്പൊ അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും തരത്തില് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്താൽ ആ ലോ എടുത്തു നോക്കും, ഇതിങ്ങനെയാണ് പറഞ്ഞേക്കണേ. സോ ആ ലോയ്ക്ക് എതിരാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടി എത്ര ഫാക്ടറീസിന് നേരെ എടുക്കാൻ പറ്റും, അതാണ് കാര്യം. മനസ്സിലായോ? ആവശ്യത്തിന് വെട്ടം ഒഴിച്ചില്ലാതെ ഇരുട്ടത്ത് കൊണ്ടുപോയി കുറെ ആൾക്കാരെ ജോലിക്ക് ഇട്ടിരിക്കുന്നു. ജോലിക്ക് ശമ്പളം തന്നെ, അതുകൊണ്ട് നിങ്ങൾ ഏത് വിധേനയും ഇത് ചെയ്യണം എന്നുള്ളതിലല്ല.
അത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് അഡക്വേറ്റ് വെളിച്ചം ഉണ്ടോ, വെന്റിലേഷൻ ഉണ്ടോ, അല്ലെ സ്പേസ് ഉണ്ടോ അത് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ നോക്കണം. അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കും. മനസ്സിലായോ? അവരുടെ ലൈസൻസിനെതിരെ എടുക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? ലൈറ്റിംഗ് ക്ലിയർ ആയോ ഓൾ ഓഫ് യു? അപ്പൊ ലൈറ്റിംഗ് ഏത് സെക്ഷൻ ആണെന്ന് മറക്കണ്ട, സെക്ഷൻ 17 ആണ്. ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 17 പറയുന്നത് ലൈറ്റിംഗ് സംബന്ധമായ കാര്യങ്ങളാണ്. വർക്കേഴ്സിന്റെ കണ്ണുകൾക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റ് സ്കൈ ലൈറ്റോ കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം അറേഞ്ച്മെന്റുകൾ ചെയ്യേണ്ടത്. ഗ്ലേസ്ഡ് വിൻഡോസ് ആയിരിക്കണം മിക്കവാറും ഉപയോഗിക്കേണ്ടത്. ഗ്ലേസ്ഡ് മീൻസ് നല്ല മീൻസ് ഉള്ളത്, ദാറ്റ് മീൻസ് ഗ്ലാസ് ഒക്കെ ഇട്ടതൊക്കെ തന്നെ. ഓക്കെ, മാത്രമല്ല അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ വെക്കണം എപ്പോഴും. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് സെക്ഷൻ 18 നമ്മളുടെ അമൃതായ ഡ്രിങ്കിങ് വാട്ടറിനെ കുറിച്ചിട്ടാണ്. വെള്ളം അല്ലെ, ശുദ്ധജലം, എങ്ങനെ കുടിവെള്ളമാണ്, കുടിവെള്ളം. അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ജോലിക്കാരൊക്കെ എല്ലാ ദിവസമൊക്കെ വെള്ളമൊക്കെ കെട്ടിപ്പുറക്കിയൊക്കെ നമ്മളിപ്പോ ജോലിക്കൊക്കെ വരുന്ന പോലെ അത്തരം എംപ്ലോയീസ് ഒന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് വെള്ളമൊന്നും കെട്ടിപ്പുറക്കിയൊന്നും കൊണ്ടുപോവില്ല. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ സ്കൂളിൽ പിള്ളേർ പോകുമ്പോൾ ടീച്ചേഴ്സ് പോകുമ്പോഴൊക്കെ ഒരു കുപ്പി വെള്ളമൊക്കെ കൈ പിടിച്ചു കൊണ്ടുവരും. പക്ഷെ അവരെ സംബന്ധിച്ച് അത്രയും വെള്ളം കൊണ്ട് പോകാൻ പോരാ, കാരണം അവർ ഫിസിക്കൽ ജോലി കുറെ ചെയ്യുന്ന ആളുകളാ അല്ലെ. അപ്പൊ അവർക്ക് ഒരുപാട് സ്വെറ്റിംഗ് ഉണ്ട്. ആ സ്വെറ്റിങ്ങിനനുസരിച്ച് അവർ എന്ത് ചെയ്യണം, കുറെ വെള്ളം കുടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൂട്ടബിൾ കാര്യങ്ങൾ, വെള്ളം കുടിക്കാനുള്ള സൂട്ടബിൾ അറേഞ്ച്മെന്റ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് എന്നാണ് സെക്ഷൻ 18 ഡ്രിങ്കിങ് വാട്ടർ ഇതിനകത്ത് പറയുന്നത്. അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സ്യൂട്ടബിൾ പോയിന്റ്സ് ഫോർ ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ, എല്ലാവർക്കും വേണ്ടി ചില പോയിന്റുകൾ. ചില പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് വെച്ചു, പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങി, അല്ലെങ്കിൽ ഈ ഫാക്ടറിക്ക് ഇച്ചിരി വലുതായിരിക്കും, വിശാലമായിരിക്കും, ഒരു വലിയ ഏക്കറിനകത്തായിരിക്കും ചിലപ്പോ ഒരു വലിയ ഫാക്ടറിയോ ഇൻഡസ്ട്രിയോ കിടക്കുന്നത്. വെള്ളത്തിന്റെ ഒരു പോയിന്റ് ഉള്ളൂവെങ്കിൽ എന്ത് ചെയ്യണം, കിലോമീറ്റർ നടന്നു വേണം ആ പോയിന്റിൽ ചിലപ്പോ ചില സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ വെള്ളം കുടിക്കാനെത്താൻ. ഈസ് ഇറ്റ് പോസിബിൾ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോസിബിൾ ആണോ? മതി, അങ്ങനെ മതിയാ? എവിടെയെങ്കിലും ഒരു സ്ഥലം എന്താ ഇവിടെയാണ് കുടിവെള്ളം, അതവിടെ വെച്ചേക്കണേ. ഏതെങ്കിലും ഗുദാമിൽ കിടക്കുന്ന ആള് ജോലി ചെയ്ത് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആൾ അവിടെ നിന്ന് വരണം, ചിലപ്പോ നിലകൾ താണ്ടി വരണം. അപ്പൊ എന്ത് ചെയ്യണം, ഓരോ പോയിന്റിലും എവിടെയൊക്കെയാണ് അത് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊന്നും ആലോചിച്ച് നോക്കി നിങ്ങള്, ഇത്രയും ചിലപ്പോ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, 5 മട്ടും ഒക്കെ നിലയുള്ള. ഈ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം പോയി ഡ്രിങ്കിങ് വാട്ടർ എന്ന പോയിന്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ മാത്രം വെള്ളമൊന്നും. ഏറ്റവും മുകളിലെത്തിയപ്പോ ആൾക്ക് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നി, ഏറ്റവും താഴത്തെ നിലയിലാണ് ചിലപ്പോ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കണ്ടത്. അവിടെ നിന്ന് ഇവിടെ വരാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഓരോ നിലകളിലും ഓരോ സ്ഥലത്തും ആവശ്യത്തിന് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി നമ്മൾ സൂട്ടബിൾ പോയിന്റ്സിൽ ഫിക്സ് ചെയ്യണം. ഡ്രിങ്കിങ് പോയിന്റ്സ് അത് മാർക്ക് ചെയ്യാൻ വേണം. അത് മാർക്ക് ചെയ്യേണ്ടത് ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആരോ മാർക്ക് ഇട്ട് കാണിക്കുക, അത് എങ്ങോട്ട് പോയി അവിടെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. മാത്രമല്ല ഇത് ലാട്രിൻസ്, അതുപോലെ തന്നെ യൂറിനൽസ്, നമ്മുടെ എന്താ പറയാ ലാട്രിൻ, യൂറിൻ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ കുറെ ദൂരെ നിന്നായിരിക്കണം. അതിന്റെ അടുത്തൊന്നും കൊണ്ടുപോയി ഡ്രിങ്കിങ് വാട്ടർ പ്ലേസ് ചെയ്യാൻ പാടില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ അറിയാം അല്ലെ, നമുക്കറിയാം. അവിടെ അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ ബാഡ് സ്മെല്ലൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുക? അപ്പൊ അതിന്റെ ഒന്നും പരിസരത്ത് പോലെ ആകരുത്, കുറെയൊക്കെ നീങ്ങിയിട്ടായിരിക്കണം. പിന്നെ കുറച്ച് 250 വർക്കേഴ്സിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ നിയമം പറയുന്നതാണ് കേട്ടോ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിൽ പറയുന്നതാ. മാത്രമല്ല ഇന്ത്യ നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 18 പറയുന്നതാണ്. 250 പേരിൽ കൂടുതലൊക്കെ വർക്കേഴ്സ് ഉള്ള ഫാക്ടറീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കൂളിംഗ് വാട്ടർ ഫെസിലിറ്റിയും അവർക്ക് കൊടുക്കണം. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയാ 10-250 വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂളിംഗ് വാട്ടർ കുടിക്കേണ്ടവരാണെങ്കിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണം. തീർച്ചയായിട്ടും അതും അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി എല്ലാ ഫാക്ടറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരും കുറെ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ നിർബന്ധമായി വേണം എന്ന് ആരും പറയുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റും പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത പക്ഷം അത്തരം ഫാക്ടറീസിന്റെ പേരിൽ നടപടികൾ സ്വീകരിക്കുകയോ അവരുടെ ലൈസൻസ് ചിലപ്പോ എന്താ പറയുക സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് ഈ നിയമമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം അല്ലെ. അപ്പൊ അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷനും ഹെൽത്തി ആയിട്ട് എംപ്ലോയീസിന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എംപ്ലോയീസിന്റെ ഹെൽത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അവർ അൺഹെൽത്തി ആയി കഴിയുമ്പോൾ അവരുടെ ജോലിയെ ബാധിക്കും, അവരുടെ പെർഫോമൻസ് കുറയും,
ലീവ് എടുക്കും, കുറെ പേര് ലീവ് എടുത്ത് വീട്ടിലിരിക്കും. പതുക്കെ ആരോഗ്യം മോശമായി എന്ത് ചെയ്യുക, ഇതിങ്ങനെ നിരന്തരം ശ്വസിച്ച് അല്ലെങ്കിൽ നിരന്തരം ഈ പറയുന്ന എന്താ പറയാ ഒരുപാട് ആളുകളുടെ ഇടയിൽ കിടന്ന് ജോലി ചെയ്ത് ആവശ്യത്തിന് വെട്ടം വെളിച്ചമില്ലാണ്ട് കണ്ണുമില്ലാണ്ടായി അങ്ങനെ അവസാനം ഏതാണ്ട് വലിയൊരു രോഗി ചെറിയ പ്രായത്തിലെ ആയിപ്പോയ എംപ്ലോയീസ് അതൊക്കെ എന്ത് ചെയ്യും, ജോലി നിർത്തും. വേണ്ട, അവിടെ ഇനിയുള്ള ജോലിക്ക് പോയത് മതി, കിട്ടി, ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ എത്തി എന്നുള്ളൊരു ചിന്ത വരും. ക്ലിയർ അല്ലേ പറയുന്നത്? ഇല്ലേ? ആണോ? മനസ്സിലായല്ലോ? അടുത്ത് പറഞ്ഞോട്ടെ. യെസ്. ദെൻ ഇനി പറയുന്നത് സെക്ഷൻ 19 ആണ്. മാക്സിമം നമുക്ക് ഇതിനകത്തുള്ള സെക്ഷൻ 20 വരെ ഉണ്ട് കേട്ടോ. 20 സെക്ഷൻസ് ആണുള്ളത്. ഇനി നമ്മൾ പറയുന്നത് 19 ആണ്. 19 പറയുന്നത് 19 സെക്ഷൻ 50 നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത് ലാട്രിൻ ആൻഡ് യൂറിനൽസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്താ പറയാ, ലാട്രിനും യൂറിനൽ പാസേജിനും ഒക്കെ വേണ്ടിയിട്ട് വർക്ക് പ്ലേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഫാക്ടറിയിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ലാട്രിൻ യൂറിനൽ അക്കോമഡേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പില് അതിന് വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ ആ പ്രത്യേക പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ നമ്മുടെ വീടുകളിൽ വെക്കുന്ന രീതിയിലുള്ള സ്റ്റൈലിലൊക്കെ പറ്റൂല. പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം അത്. എന്താ പറയാ, കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാ എംപ്ലോയീസിനും അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എല്ലാ ഫാക്ടറിയിലും എന്നാണ് സെക്ഷൻ 19 ലാട്രിൻസ് ആൻഡ് യൂറിനൽസിനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ട് അക്കോമഡേഷൻ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ വർക്കേഴ്സ്, അത് തീർച്ചയായിട്ടും അറിയാലോ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അല്ലാതെ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരെണ്ണം തന്നെ. കാരണം ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും, വർക്കേഴ്സ് ഉണ്ടായിരിക്കും. സോ എന്നിട്ട് എല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ആവശ്യത്തിന് എണ്ണം വേണം, അത് സെപ്പറേറ്റ് ചെയ്തിരിക്കണം, ഫീമെയിൽ മെയിൽ എന്നുള്ള രീതിയിലും. അത് നമുക്കറിയാലോ, നമ്മള് ചില സ്ഥലത്തൊക്കെ പോകുന്നതാണ്. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് തന്നെ നോക്കാം. വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇത് സെപ്പറേറ്റ് ചെയ്ത് എന്താ പറയാ, പെൺകുട്ടികളുടെ പടം കാണിച്ചിട്ടുണ്ടാവും, ആണുങ്ങളുടെ പുറത്തെ പടം കാണിച്ചിട്ടുണ്ടാവും. അവർ ഇതുപോലെ ഒരു സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവര് മെയിൽസ് എന്നും ഫിമെയിൽസ് എന്നും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ലേഡീസ് എന്നും ജെന്റ്സ് എന്നും എഴുതി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് കൃത്യമായിട്ട് അത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിനും ആവശ്യത്തിന് ലൈറ്റിങ്ങും വെന്റിലേഷനും വേണം, അല്ലെ? ലൈറ്റ് ഓൺ ചെയ്തൊക്കെ ഇട്ട് നോക്കിയിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് പ്രവേശിക്കാൻ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏത് കാര്യവും. ചിലപ്പോൾ ചില ജന്തുക്കൾ ഉണ്ടാകാം ഇടയിൽ കൂടി, നമ്മൾ ലൈറ്റ് ഒന്നും ഇല്ലാണ്ടൊക്കെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് അതൊന്നും ഇല്ലാതെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നോ ലാറ്ററൽസ് ഓർ യൂറിനൽസ്, എന്താ പറയാ, മറ്റ് ഏതെങ്കിലും ചീഫ് ഇന്ന ആൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അതും അവിടെ ഡിസ്പ്ലേ ചെയ്യാം. അവർക്ക് ഉപയോഗിക്കാത്തതാണെങ്കിലും ജെന്റ്സ് ലേഡീസ് അങ്ങനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാം. ചില പ്രത്യേക ആളുകളിൽ വേണ്ടി മാത്രമുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അത് അവർക്ക് വേണ്ടി മാത്രം. ഇപ്പൊ ചില സ്ഥലത്ത് നമുക്ക് ചെല്ലുമ്പോ പറയാം ഫോർ ഓൺലി സ്റ്റാഫിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞുണ്ടാവും, അല്ലെ? അപ്പൊ മറ്റു വർക്കേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ ആണെങ്കിൽ വേറെ, ഇന്ന ആൾക്ക് വേണ്ടി ചീഫ് ഇൻസ്പെക്ടർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ആള് കൃത്യമായിട്ട് ഇങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. മെയിൽസിനും ഫീമെയിൽസിനൊക്കെ ആയിട്ട് ആവശ്യത്തിന് വെന്റിലേഷനും ഒക്കെ കൊടുത്തിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലാട്രിൻസും യൂറിനൽസും എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. ഇനി അതും നീറ്റ് ആൻഡ് ക്ലീൻ സാനിറ്റൈസേഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കണം. ഓൾ ടൈംസ് എല്ലാ സമയവും വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് സ്വീപ്പേഴ്സ് എംപ്ലോയ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിന് അടിച്ചു കൂട്ടി വാരി ക്ലീൻ ചെയ്യാനുള്ള സ്വീപ്പേഴ്സും അതിന് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അവരുടെ ഡ്യൂട്ടിയാണ് ടു കീപ് ദ ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് ആൻഡ് വാഷിംഗ് പ്ലേസസ് നീറ്റ് ആൻഡ് ക്ലീൻ. ക്ലീൻ ആയിട്ട് ഈ പറയുന്ന സ്ഥലങ്ങള് കഴുകി വൃത്തിയാക്കുന്ന സ്ഥലം, അതുപോലെ ലാട്രിൻസ് യൂറിനൽസ് ഒക്കെ വൃത്തിയാക്കാനൊക്കെ സ്വീപ്പേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് അവരെയാണ് എംപ്ലോയ് ചെയ്തിരിക്കേണ്ടത്. അതിന് നിർബന്ധമായിട്ട് അടിച്ചു കൂട്ടി വരുന്ന ആള് വേണമെന്ന് ഫാക്ടറീസിൽ മനസ്സിലായില്ല. അല്ലാണ്ട് ജോലിക്കാരെ തന്നെയല്ല അതും ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലാട്രിൻസ് ആൻഡ് യൂറിനൽസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പ്രൊവിഷൻസ് സെക്ഷൻ 19 പറയുന്നത്. ഫാക്ടറീസ് ആക്ട് 1948 ക്ലിയറായോ? 250 വർക്ക് അത്രയും മനസ്സിലായില്ലേ? അതൊരു പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റിൽ എല്ലാ ഫാക്ടറിയിലും ഈ പറയുന്ന കാര്യങ്ങള് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എത്ര
എന്താ പറയാ മെയിലിനും ഫീമെയിലിനും വേറെ വേറെ വേണം എന്ന്, പിന്നെ നല്ല രീതിയിലുള്ള എന്താ പറയാ സൂട്ടബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ വേണം, ടൈപ്പിൽ വേണം ലാട്രിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അതിന് വെന്റിലേഷൻസും അതുപോലെ തന്നെ ലൈറ്റിംഗും ഒക്കെ കൃത്യമായിട്ട് വേണം. അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസേഷൻ എല്ലാ സമയത്തും ചെയ്തിരിക്കണം. സ്വീപ്പേഴ്സ് അതിനുവേണ്ടി എംപ്ലോയ് ചെയ്തിരിക്കണം അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട്. ഇനി ഇഫ് ദർ ഈസ് മോർ ദാൻ 250 വർക്കേഴ്സ്, ഇനി ചില ഫാക്ടറീസിൽ 250 കൂടുതൽ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും സാനിറ്ററി, അവർക്ക് എന്താ പറയാ എല്ലാ ലാട്രിൻസും യൂറിനൽസും അവർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കണം. 250 പേരിൽ കൂടുതലാണെങ്കിലും എല്ലാവർക്കും വേണം, അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാട്രിൻസും യൂറിനൽസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിന്റെയൊക്കെ ഫ്ലോറ്, ലാട്രിൻസിന്റെ യൂറിനൽസിന്റെ ഒക്കെ ഫ്ലോറും അതുപോലെ റൂഫൊക്കെ, ഇന്റേണൽ വാൾസ് ഒക്കെ ഇല്ലേ ഇവിടുത്തെ ചുമരുകളൊക്കെ ഏകദേശം ഒരു 90 സെന്റിമീറ്റർ പൊക്കത്തിൽ വരെ എന്താ പറയാ ഗ്ലേസ്ഡ് ടൈൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കണം എന്ന്. ഇതുപോലെ എന്താ പറയാ ഭിത്തി ഇങ്ങനെ ആവരുത്, ടൈൽ ഉപയോഗിച്ചിട്ടുള്ള ഭിത്തി തന്നെ ആയിരിക്കണം. കാരണം അതൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ പെയിന്റ് അടിക്കുന്നത് പോലത്തെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തേച്ചൊരിച്ചൊന്നും കഴുകാൻ പറ്റില്ലല്ലോ. മനസ്സിലായ പറഞ്ഞത്? ടൈൽസ് ആകുമ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്തൊക്കെ വൃത്തിയാക്കാം, സാനിറ്റൈസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. മറ്റേതാണെങ്കിലോ പെയിന്റിന്റെ ഇത് വെറുതെ ഭിത്തിയിൽ പെയിന്റ് അടിച്ചേക്കുന്നതാണെങ്കിൽ നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ പെയിന്റ് ഒക്കെ ഇളകി പോകും അല്ലേ? ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പിന്നെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യാനൊക്കെ എളുപ്പം അതാണ്. അവർക്ക് തേച്ച് കഴുകി ഉരച്ച് കഴുകിയൊക്കെ ചെയ്യാൻ അവരുടെ ആ ഒരു ജോലിയുടെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് അങ്ങനത്തെ ടൈലുകളിലായിരിക്കും. അപ്പൊ അത്തരം പോളിഷ്ഡ് ടൈൽസും പോളിഷ്ഡ് സർഫസും ആയിരിക്കണം റൂഫിനും വാൾസിനും ഒക്കെ ഉണ്ടാകേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ സെക്ഷനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറ്, അതുപോലെ തന്നെ വാൾസിന്റെ വാൾസ്, അതുപോലെ ഓരോ ബ്ലോക്കുകളൊക്കെ കൃത്യമായിട്ട് സാനിറ്ററി പാൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ പാനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് 7 ദിവസത്തിലൊരിക്കൽ, മീൻസ് വൺസ് ഇൻ വീക്ക് ആണ് സ്യൂട്ടബിൾ ആയിട്ട് ഡിറ്റർജന്റ് ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്തിരിക്കണം. സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി ആ പാനുകളൊക്കെ, പാത്രങ്ങളാണ് ചിലപ്പോ എന്താ പറയാ അവരുടെ ക്ലീൻ ചെയ്യുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ അവരവിടെ ലാട്രിൻസിലും യൂറിനൽസിലും ഒക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റും മറ്റ് കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് സോപ്പോ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യുന്ന ലോഷൻസ് ഒക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതെങ്ങനെ 7 ദിവസത്തിലൊരിക്കലും, വൺസ് ഇൻ എ വീക്ക് ആണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് നമ്പർ ഓഫ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് എത്ര എണ്ണം വേണം എന്ന് പറയുന്നുണ്ട്. അത് പ്രൊപ്പോർഷനേറ്റ് ടു ദ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. എത്ര എംപ്ലോയീസ് അവിടെ ഉണ്ട്, ആ എംപ്ലോയീസിൽ എത്ര ആണുങ്ങളുണ്ട് എത്ര പെണ്ണുങ്ങളുണ്ട്, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, മനസ്സിലായിട്ടോ, അതിന് ആനുപാതികമാകുന്ന രീതിയിൽ ഓഫ് നമ്പർ ഓഫ് യൂറിനൽസും ലാട്രിൻസും ഉണ്ടാക്കണം. എല്ലാ ഫാക്ടറിയിലും ഉണ്ടാക്കണം. അതിൽ കുറവാണെങ്കിൽ അതിന് അഗേൻസ്റ്റ് നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും. മനസ്സിലായോ? അപ്പൊ അത് ഇല്ലാത്ത പക്ഷം ഗവൺമെന്റിന്റെ ഇതിന്റെ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെയുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താണ് ചെയ്യേണ്ടത്. കാരണം എംപ്ലോയീസിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് തിങ്. അതായത് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ അതിന്റെ ഒരു താല്പര്യാർത്ഥമാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. അവർക്ക് നാളെയും ജോലിക്ക് വരണം. നാളെ ജോലിക്ക് വരണമെങ്കിൽ അവർ ആരോഗ്യവാന്മാരായിരിക്കണം. അവർ ആരോഗ്യവാന്മാരാക്കണമെങ്കിൽ അവർക്ക് അനാരോഗ്യകരമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയോ ഉണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെയുള്ളതിൽ പറയുന്നത്. ക്ലിയർ ആയിരുന്നോ? മനസ്സിലായില്ലേ? സെക്ഷൻ 19 ലാട്രിൻസ് ആൻഡ് യൂറിനൽസ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ആണ് പറയാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഒന്നുകൂടി അത് പറഞ്ഞോളാം. എന്തായാലും ഒരു 7 മിനിറ്റ് ഉണ്ട്. ഓക്കെ. സ്പിറ്റൂൺസ് സെക്ഷൻ 20 ആണ്. സ്പിറ്റൂൺസ് എന്താ സ്പിറ്റൂൺസ്? കോളാമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? കോളാമ്പി എന്തിനാ നമ്മളിത് ഉപയോഗിക്കുന്നത്? നമ്മളുടെ പണ്ടത്തെ വീടുകളിലൊക്കെ വയസ്സായവരൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് എപ്പോഴെപ്പോഴും പുറത്തൊന്നും പോയി സ്പിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ, തുപ്പാനൊന്നും പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് അവർക്ക് സ്പിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം ചെറുത്. പക്ഷെ ഇവിടെ സ്പിറ്റൂൺസ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ഫാക്ടറീസിൽ അവിടെ ഇതുപോലെ സ്പിറ്റൂൺസ് എവിടെയെങ്കിലും ഒക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യണം. അതായത് ജോലിക്കാർക്ക് നമുക്കറിയാം അവർക്ക് ഈ പറയുന്ന പോലെ പുകയോ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ശ്വസിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ചില ചുമ, അതിൽ നിന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തുപ്പണ്ടിക്ക് ഒരു സ്പിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് പ്ലേസിലൊന്നും അലൗഡ് അല്ല അല്ലെ.
അപ്പൊ മാത്രമല്ല ഫാക്ടറിയുടെ പരിസരത്തൊക്കെ ഇത് ചെയ്യാൻ പാടില്ല, നിയമാനുസൃതമായിട്ട് പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സ്പിറ്റൂൾസ്, സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണം ഈ പറയുന്ന സാധനം ചിലപ്പോൾ ഒരു സ്ഥലത്ത് പറ്റില്ല, 1, 2, 3 സ്ഥലത്തൊക്കെ കൺവീനിയന്റ് പ്ലേസിൽ ക്ലീൻ ആൻഡ് ഹൈജീനിക് കണ്ടീഷനിൽ അത് പ്രൊവൈഡ് ചെയ്യണം. വളരെ വൃത്തിയുള്ളതും ഹൈജീനിക്, അത് അതിനകത്ത് ആണ് സ്പിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ പരിസരത്തൊക്കെ വൃത്തികേടാക്കി ഇടാനൊന്നും പാടില്ല. അത് വർക്കേഴ്സ് അത് ഉപയോഗിക്കുമ്പോഴും അത് അവര് കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്ത് ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൾസ്. ഇനി ഡിസ്പ്ലേ ഓഫ് നോട്ടീസ് ഫോർ പ്രൊവിഷൻസ് ഓഫ് സ്പിറ്റൂൾസ്. ഇനി ഏതെങ്കിലും എന്താ പറയാ സ്പിറ്റൂൾസ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്പിറ്റൂൾസ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആളുകളെ വർക്കേഴ്സിനെ അറിയിക്കാൻ വേണ്ടി അതിനുള്ള സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇവിടെ ഇന്ന സ്ഥലത്ത് സ്പിറ്റൂൾ വെച്ചിട്ടുണ്ട്, ഇവിടെ സ്പിറ്റ് ചെയ്യാൻ പാടില്ല, യു ഹാവ് ടു യൂസ് ദിസ്, ഈ സ്പിറ്റൂൾ ഉപയോഗിക്കണം തുപ്പേണ്ട സ്ഥലത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യില്ല, ആരും തന്നെ ഫാക്ടറീസിന്റെ പ്രമിസസിലൊന്നും അങ്ങനെ സ്പിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കില്ല. അവരത് ശ്രദ്ധിച്ച് അതിനകത്തേക്കൊക്കെ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നമ്മുടെ ഫാക്ടറിയിൽ എവിടെയെങ്കിലും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്നാണ്. ആവശ്യത്തിന് ആൾക്കാർ കാണുന്നോട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ സ്പിറ്റ് ചെയ്യാം, ഡു നോട്ട് സ്പിറ്റ് ഹിയർ, എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റൽസിൽ കണ്ടിട്ടുണ്ട് ഇവിടെ തുപ്പരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് പ്രത്യേകം സ്ഥലം, ഇന്ന സ്ഥലം ഉണ്ട് എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, ആളുകൾ അവിടേക്ക് പോയി അത് ചെയ്തോളും, അവരത് യൂസ് ചെയ്തോളും, സ്പിറ്റൂൾ തന്നെ ഉപയോഗിച്ചോളും. ആൻഡ് ഇഫ് എനി പേഴ്സൺ or any employee has violated, ഇത് ഉപയോഗിക്കാതെ ആ ഒരു നിയമം തെറ്റിക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പെനാൽറ്റി ചാർജ് ചെയ്യാം. ആ പെനാൽറ്റിയെ സംബന്ധിക്കുന്ന കാര്യം പറയുന്നത് സെക്ഷൻ 20 തന്നെ പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ₹5. അത് 5 രൂപയിൽ കൂടുതൽ ആകാനും പാടില്ല. അത്തരം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പുറത്തെവിടെയെങ്കിലും അതായത് ആ സ്പിറ്റൂൾ ഉപയോഗിക്കാതെ പുറത്ത് പരിസരത്തൊക്കെ ചെയ്ത് ഇങ്ങനെ സ്പിറ്റ് ചെയ്തു. ഇപ്പൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും CCTV ഒക്കെ ഉണ്ട്, ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് അറിയും. അപ്പൊ അത് മിക്കവാറും അതൊക്കെ അവർ ലംഘിക്കാതെ അത് യൂസ് ചെയ്തോളും. പക്ഷെ ഇൻ കേസ് ഏതെങ്കിലും കാരണത്തിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാതിരുന്നാൽ അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം ആളുകൾക്ക് പെനാൽറ്റി ചുമത്താവുന്നതാണ്. മനസ്സിലായോ? ആൻഡ് ഓൾസോ നമ്മളുടെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൾസ് ഹാവ് ടു ബി പ്രൊവൈഡഡ് ഇൻ ദ ഫാക്ടറി ലൊക്കേഷൻ. ഫാക്ടറിയിൽ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷനിൽ ഈ പറയുന്ന സ്പിറ്റൂൾസ് കൊണ്ടുവന്ന് സ്ഥാപിക്കണമെന്ന് നിർബന്ധമായിട്ട് ഗവൺമെന്റ് തന്നെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും അത്തരം നിയമങ്ങളൊക്കെ തെറ്റിച്ചാൽ അതനുസരിച്ച് ഗവൺമെന്റ് അവർക്കെതിരെ നടപടികൾ എടുത്തോളും. ആൻഡ് ഓൾസോ ക്ലീൻ ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസിൽ നമ്മളത് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം സ്പിറ്റൂൾസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് സ്പിറ്റൂൾ സെക്ഷൻ 20 കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് ഫുള്ള് പഠിച്ചു തീർത്തത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ സെക്ഷൻ 11 തുടങ്ങി നമ്മൾ ഇന്ന് 20 വരെയുള്ള സെക്ഷൻസ് ആണ് പറഞ്ഞത്. ഓരോ സെക്ഷനിലും ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ഈ സെക്ഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ സെക്ഷൻ 20 എന്തിനെ സംബന്ധിക്കുന്നതാണ്, സെക്ഷൻ 14 എന്തിനെ സംബന്ധിക്കുന്നതാണ്, അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അതുകൊണ്ട് നന്നായി വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനിയും കുറച്ച് പ്രൊവിഷൻസ് കൂടിയുണ്ട്. അത് എംപ്ലോയി സേഫ്റ്റിയുടെ പ്രൊവിഷൻസ് ആണ്. എംപ്ലോയി സേഫ്റ്റിക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിനുള്ള ചില പ്രൊവിഷൻസ് കൂടി വേറെ പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞത് എംപ്ലോയിയുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന, ആരോഗ്യത്തെ സംബന്ധിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. ഫാക്ടറീസ് ആക്ട് 1948 പറഞ്ഞ സെക്ഷൻ 11 തുടങ്ങി 20 വരെയുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടി സെക്ഷൻസ് ഉണ്ട്. അത് എന്താ പറയാ, എംപ്ലോയിയുടെ സേഫ്റ്റി, നമ്മുടെ സുരക്ഷിതത്വം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എത്രത്തോളം സുരക്ഷിതത്വം തരണം എന്നതിനെ സംബന്ധിക്കുന്ന ചില നിയമങ്ങള് സെക്ഷൻസ് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ എടുക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും വായിച്ചേക്ക് നോക്കിട്ട് വരില്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വെറുതെ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കാണാതെ പഠിക്കേണ്ടത് ആ സെക്ഷൻസ് ആണ്. കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ നമുക്ക് മാറിപ്പോകും. കാരണം നമ്മളല്ലല്ലോ ഈ സെക്ഷൻസ് എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തലയിൽ പെട്ടെന്ന് ഇരിക്കില്ല, സെക്ഷൻസ് മാറിപ്പോകാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ആ ഒരു എന്തെങ്കിലും കോഡിലോ ഇങ്ങനെ നിങ്ങൾ PSC ഒക്കെ പഠിക്കുമ്പോൾ കോഡൊക്കെ എഴുതി വെക്കില്ലേ, ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി ഒന്ന് പഠിച്ചോ. ഓക്കെ, കാരണം അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. സോ സി യു നെക്സ്റ്റ് ഡേ. ബൈ. നാളെ ക്ലാസ് ഇല്ല കേട്ടോ, നാളെ ക്ലാസ് ഇല്ല. നാളെ
വീണ്ടും നമ്മൾ നേരത്തെ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് ക്ലാസ്സസ് വിൽ നോട്ട് ബി ദർ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇൻഫോർമേഷൻ ആയിട്ട് ചിലപ്പോൾ വന്നൊന്നും വരില്ല. കാരണം ഒബിയസ്ലി എല്ലാവർക്കും അറിയാവുന്നതാ ടുമോറോ ഈസ് എ പബ്ലിക് ഹോളിഡേ. സോ അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ തന്നെ അറിയിക്കുകയാണ്. സോ ഹാവ് എ നൈസ് ഡേ. നാളെ നിങ്ങൾ ആഘോഷിക്കുക. ഓക്കെ, താങ്ക് യു. Okay, thank you.